ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആട്ടോ. പെട്ടെന്ന് കേട്ടപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നി? എൻ്റെ ഒച്ചയ്ക്ക് ഒരു ഇച്ചിരി മാറ്റമുണ്ട്, ഒരു ചെറിയ കരകരപ്പ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ പറയുമ്പോൾ വളരെ ബാസോടുകൂടി പറയുന്ന പോലെ തോന്നുന്നു. അപ്പം ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ലാർജർ വേർഷൻസ് ഓഫ് ഫ്ലവേഴ്സ് വെച്ചിട്ട്, ഇപ്പം നല്ല ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ സബ്യസാച്ചി അവരുടെയൊക്കെ ഡ്രസ്സസ് കാണുമ്പോൾ എംബ്രോയിഡറി ഡിസൈൻസ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ ആ ഒരു ഫീലാട്ടോ കൊടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ഡിസൈൻസ് നോർമലി എൻ്റെ കൈ പെട്ടെന്ന് പോകാറില്ല, പക്ഷേ ഇതിന് എന്തോ ഒരു ഭംഗി തോന്നി. ഇത് കണ്ടോ, ഫ്ലവേഴ്സ് വരുന്നത് വൈൽഡ് ഫ്ലവേഴ്സ് പോലെ തന്നെ ഒരു ലാർജർ സൈസ് ഫ്ലവേഴ്സ് ആണ്. ടു ദ സ്മോളർ വൺ ഇടയിൽ പ്ലസ് മിറർ വർക്ക്സ് ഉണ്ട്. വൈറ്റ് ടു വൈറ്റ്, ഇത് ഏത് കളറിലേക്ക് വേണമെങ്കിലും നമുക്ക് ഡൈ ചെയ്തെടുക്കാം. സ്കേർട്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു എൻഗേജ്മെൻറ്റിനൊക്കെ ഇപ്പോൾ ഇത് കണ്ടത് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. നമ്മൾ ടോപ്പ് ജസ്റ്റ് പ്ലെയിൻ എടുത്ത് അതിലേക്ക് തന്നെ ഇതിൻ്റെ കളേഴ്സ് ഇട്ടിട്ട് സെയിം റെഡിൻ്റെ ടോൺസ് ഇട്ടിട്ട് എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് വെയറിനൊക്കെ നല്ല ലുക്കാണ്. കാരണം സ്കേർട്ടിന് റേഞ്ച് വരുന്നത് 625, അതായത് മെറ്റീരിയലിന് റേഞ്ച് വരുന്നത് 625 രൂപയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്കേർട്ടൊക്കെ തയ്ച്ചിട്ട് ടോപ്പ് ജസ്റ്റ് പ്ലെയിൻ കൊടുത്തിട്ട് എംബ്രോയിഡറി ഡിസൈൻസും കൂടി ആണെങ്കിൽ അത് നല്ലൊരു പ്രീമിയം ലുക്കായിരിക്കും ആ ഡ്രസ്സിന് കിട്ടുന്നത്. ഇത് നല്ലൊരു പൗഡർ ബ്ലൂ ടോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഓരോ ഷെയ്ഡ് ഈ വൈറ്റിലേക്ക് ഡൈ ചെയ്ത് വരുമ്പോൾ എന്താണ് ഇഫക്റ്റ് എന്നുള്ളത് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കെന്തോ ഇതിൻ്റെ ആ ഡിസൈനിൻ്റെ ഭംഗിയാട്ടോ, അതുകൊണ്ട് അട്രാക്റ്റഡ് ആയിട്ട് തോന്നിയതാണ്. നമ്മുടെ ആ റെഗുലർ എപ്പോഴും വരുന്ന ഡിസൈൻസിൽ നിന്ന് ഒരു ചേഞ്ച് ഉള്ള മെറ്റീരിയൽ, അതാണ് ഇതിൻ്റെ അട്രാക്ഷൻ പറയാന്ന് വെച്ചാൽ. മിറേഴ്സും പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു അണ്ടർ വാട്ടർ ലുക്കാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. അപ്പം മിസ് ചെയ്യണ്ട.